ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കടല വെച്ച ഒരു തോരനാണ്. കടല നമ്മൾ വരട്ടിയെടുക്കാറുണ്ട്, കറി വെക്കാറുണ്ട്. ഈ രീതിയിൽ ഇങ്ങനെ തോരൻ വെച്ച് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് വെച്ച് നോക്കണം. നല്ല രുചിയാണ് കടലത്തോരൻ. ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല ഒരു തോരനാണ്. ഇങ്ങനെ കടല തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് കടല ഒരു 8-10 മണിക്കൂർ കുതിർത്തെടുത്ത ശേഷം നല്ലതുപോലെ കഴുകിയെടുത്ത് ഒരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ കൊണ്ട് തന്നെ നല്ലതുപോലെ ഈ കടല നമുക്ക് വെന്ത് കിട്ടും. കടല വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇതുപോലെ ഒരു അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു 1/4 കപ്പ് തേങ്ങ, ഒരല്പം മഞ്ഞൾപ്പൊടി തേങ്ങയുടെ കൂടെ ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 8-10 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പിൻ്റെ ഇല. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. അരയാൻ പാടില്ല, ഈ രീതിയിൽ ഇന്നിങ്ങനെ ഒതുക്കിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്ത് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുക്കാം. ഈ അരപ്പിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കടല വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാനായിട്ട്. ഇനി അരപ്പെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം. ആ കടലയിൽ കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ കടലയിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് കടലയിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളകും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിലെ വെള്ളമെല്ലാം നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി കടല നല്ലതുപോലെ ഉതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നല്ല രുചിയുള്ള കടലത്തോരൻ റെഡിയായി കഴിഞ്ഞു. ഇതിൽ നമ്മൾ ഇഞ്ചിയും കുരുമുളകും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല രുചിയാണ് ഈ തോരൻ. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്